വീണ്ടും സംസ്ഥാനത്തെ മഴ സാഹചര്യത്തിലേക്ക് വരികയാണ്. കൊച്ചിയിലേക്ക് പോകാം. എന്താണ് കൊച്ചിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ആൻമരിയ റിപ്പോർട്ട് ചെയ്യും. ആൻമരിയ, നേരത്തെ പിറവത്തെ ശക്തമായ കാറ്റും മഴയും അതിലെ ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിച്ചതാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ അത് പേടി തോന്നുന്നതാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവാം. പിറവത്ത് ശക്തമായ കാറ്റിൽ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിലെ അവിടുത്തെ സാധനങ്ങളെല്ലാം പറന്നു പോകുന്നതായിരുന്നു ആ കാഴ്ച. ഒരിക്കൽ കൂടി. യെസ്, ആൻമരിയ ചേരുന്നു തത്സമയം. എന്താണ് ഉച്ചയോടെ ആകുമ്പോൾ കൊച്ചിയിലെ അവസ്ഥ എന്താണ്? ഇവിടേക്കാണ് മഴ പെയ്യുന്നത്. കൊച്ചിയിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ശക്തമായ മഴ കുറച്ചു നേരം നിൽക്കും, അതിന് പിന്നീട് വീണ്ടും ഒരു ഇടവേള, വീണ്ടും മഴ. അങ്ങനെയാണ് കൊച്ചിയിലൊക്കെ ഈ നഗരത്തിലൊക്കെ അനുഭവപ്പെടുന്നത്. അത് മലയോര മേഖലയിലൊക്കെ തീരദേശത്തൊക്കെ എങ്ങനെയാണ് മഴയുടെ ഒരു സാഹചര്യം? അപ്പം പിറവത്ത് വീശിയടിച്ച കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടോ? അവിടെ ആ മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൾ മാത്രമല്ല, അവിടെ കമ്പ്യൂട്ടർ സ്ക്രീൻ അടക്കം പറന്നു പോകുന്നത് ദൃശ്യങ്ങൾ വ്യക്തവുമാണല്ലോ. ജില്ലയിലുടനീളം വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മഴ തുടങ്ങിയപ്പോൾ മുതൽ പുറത്തേക്ക് വരുന്നത്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾക്ക് മുകളിലേക്ക് ഈ ശക്തമായ കാറ്റിൽ മരങ്ങൾ ഉൾപ്പെടെ വീഴുന്നത് കൊണ്ട് തന്നെ ആ രീതിയിൽ വീടുകൾ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. ഇന്നലെ പുറത്തു വന്ന കണക്ക് പ്രകാരം നോക്കുകയാണ് എങ്കിൽ 50-ലധികം വീടുകൾ ഭാഗികമായിട്ടും 3-ലധികം വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് എന്നാണ് ഇന്നലെ പുറത്തു വന്ന കണക്കുകൾ പറയുന്നത്. ഇന്ന് രാവിലെ വീടുകൾക്ക് മുകളിലേക്ക് മരം വീഴുക, ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതിലും രൂക്ഷമായിട്ടുള്ള കെടുതികളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പ്രസിഡന്റ് ആദ്യം സൂചിപ്പിച്ച ഈ പിറവത്തെ സംഭവം. ഈ പിറവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഒരു മെഡിക്കൽ ഷോപ്പിലാണ് ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ അവിടുത്തെ മരുന്നുകൾ പറന്നു പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടും വൈകുന്നേരത്തോടും കൂടി സംഭവിച്ചതാണ്. ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. അത് ആദ്യം പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഒന്ന് പെയ്യും, അത് ശക്തമായിട്ട് തന്നെ പെയ്യും, പിന്നെ അത് തോരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, പിന്നെ അതിലും ശക്തമായിട്ടാണ് മഴ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മഴ കുറഞ്ഞു എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. ജില്ലയിൽ നിന്ന് റെഡ് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് വലിയൊരു ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തീരദേശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള കടലാക്രമണമാണ് ഉണ്ടാക്കുന്നത്. നായരമ്പലം, കണ്ണമാലി ഭാഗങ്ങളിലെല്ലാം വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനി മലയോര മേഖലകളിലേക്ക് പോവുകയാണ് എങ്കിൽ കാലടി, കോതമംഗലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇടപെട്ടുള്ള ശക്തമായ മഴയാണ് വരുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടായിട്ടുണ്ട്. കാക്കനാട് ഭാഗത്ത് ഇന്ന് രാവിലെയാണ് NGO ക്വാർട്ടേഴ്സിന് സമീപം നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ജില്ലയിലേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ്. അതാ ഇപ്പോൾ പോലും മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോലും നിൽക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം ആ രീതിയിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ജില്ല ഇടവിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. തീരദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ജില്ലയിലെ ടൂറിസം മേഖലകൾ അത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാക്കുന്നത് വരെ അടച്ചിടും. അവിടെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തുറസായ സ്ഥലങ്ങളിൽ ടൂറിസത്തിന്റെ പരിപാടികൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. അവിടെ ഈ തീരമേഖല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കണ്ണമാലി, നായരമ്പലം ആ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ ഈ കടൽ വെള്ളം കയറുന്നു. വീട്ടിലേക്കും ഒപ്പം തന്നെ റോഡിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ ആൾക്കാർ എല്ലാ വർഷവും മഴക്കാലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതാ കാലവർഷം തുടങ്ങി ദിവസങ്ങൾ മാത്രം കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഇപ്പോൾ അനുഭവിക്കുന്നത്. അവിടെ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതിയും ഇതിനോടകം വന്നിട്ടുണ്ടല്ലോ. അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മൾ ആ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ ഇവർ പരാതിയുമായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ മാസം തന്നെ, അതായത് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കും എന്ന് ഉറപ്പു നൽകിയിരുന്നു. അതിലൊന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് അവർ തന്നെ ഈ ചാക്കുകളിൽ മണൽ നിറച്ചുകൊണ്ട് ഒരു സംരക്ഷണ ഭിത്തി, അത് താൽക്കാലികമാണ്, ഒരിക്കലും അതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. അവിടുത്തെ കടലാക്രമണം നമ്മൾ തന്നെ നേരിട്ട് കണ്ടതാണ്. ഒരിക്കലും ഒരു വ്യക്തിക്കും അവിടെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കുറേ നാളുകളായിട്ട് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവർ നടത്തുന്നത്. ആ പ്രതിഷേധത്തിലൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികൾ തന്നെ, ആ തീരദേശവാസികൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടു അല്പസമയങ്ങൾക്ക് മുൻപ്. ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളും അതീവ ഭയാനകമാണ്. ആ വീടുകൾക്കുള്ളിലേക്ക് തന്നെ വെള്ളം കയറുന്നു. ഈ വീടുകളിൽ പല വീടുകളും അത് 2 നിലയിലേക്ക്, ഇല്ലാത്ത പൈസ മുടക്കി അവർ 2 നില വീടുകൾ പണിയുകയാണ്. അതിന്റെ മുകളിലത്തെ നിലയിലേക്ക് അവർക്കുള്ള സാധനങ്ങളെല്ലാം ആ മുകളിലത്തെ നിലയിലേക്ക് മാറ്റുകയാണ്. പക്ഷേ അതിലും ഒരു പരിമിതിയുണ്ട് പ്രജിൻ. കാരണം
അവർ ഒരു വർഷത്തിൽ 6 മാസം അവർ വെള്ളത്തിലും ബാക്കി വരുന്ന 6 മാസം നഷ്ടപ്പെട്ടു പോയ ആ വെള്ളത്തിൽ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെലവാക്കിയ പൈസകളുടെ കണക്കും അതവർ കഴിഞ്ഞ ദിവസം നമ്മളോട് പുറത്തു പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് അതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അതുണ്ടാക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് അധികൃതർ ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു മറുപടി തന്നിട്ടില്ല. 3 ഘട്ടമായിട്ടൊക്കെ അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ ടെട്രോപാഡുകൾ ഉൾപ്പെടെ നിർമ്മിക്കുമെന്ന് പറയുമ്പോഴും കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ല എന്ന് തന്നെയാണ് പ്രജി നമുക്കും പറയാനുള്ളത്.